സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ, ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ മനുഷ്യന് ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഇതിൽ പ്രധാനം ഭക്തിമാർഗം തന്നെ. പ്രാർത്ഥനയും ഗാനങ്ങളുമാണ് ഈ മാർഗത്തെ സുഗമമാക്കുന്നത്. ഒരു വട്ടം ഗാനമാലപിക്കുന്നവൻ ഇരുവട്ടം പ്രാർത്ഥിക്കുന്നു എന്നാണ് സെയിന്റ് അഗസ്റ്റിനും സെയിന്റ് അംബ്രോസും പറയുന്നത്. ഇതിനെയെല്ലാം അന്വർത്ഥമാക്കിക്കൊണ്ട് ഇതാ നമുക്കിടയിൽ ഒരു വൈദികൻ. തൻ്റെ ഗാനസാധനയിലൂടെ യേശുമാർഗത്തിൽ ചരിക്കുന്ന ഫാദർ ജോൺ വിജയൻ. അനുദിനമുലു കനുടകുനി കൃപാഗണാക്ഷമുലു കോരിതി നന്നുക മപദ മപ മഗ മപഗമനി സരിണി ദവസ വസനി സമഗ സപ മദ പദ മഗരി സഗരി ഗമ പദ പദ നീ ദവ മദ മഗ മരി ഗമ പദ സനി സഗരി ഗമരി സരി നീ ദവ മദ മഗ മരി അനുദിനമൂലുകാവോ നെയ്യ. ബഹുമാനപ്പെട്ട വിജയനച്ചൻ മാനന്തവാടി രൂപതയുടെ വലിയൊരു അനുഗ്രഹമാണ്. മാനന്തവാടി രൂപതയ്ക്ക് മാത്രമല്ല,
ഞങ്ങളുടെ ഈ വിയാനി ഭവൻ്റെ ഒരു പുണ്യമാണ് അച്ഛൻ. കാരണം അച്ഛൻ്റെ ജീവിതത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്ന അച്ഛൻ അത് രാജിവെച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിളി സ്വീകരിച്ച് തലശ്ശേരി രൂപതയിൽ വൈദികനാകുവാനായിട്ട് നിശ്ചയിക്കുകയും തുടർന്ന് മാനന്തവാടി രൂപതയുടെ സ്ഥാപനാവസരത്തിൽ മാനന്തവാടി രൂപതയിലേക്ക് ചേക്കേറുകയും മാനന്തവാടി രൂപതയിലെ ഇടവകളിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. അച്ഛനെ ഞങ്ങൾ ഓർക്കുമ്പോൾ അച്ഛൻ്റെ സംഗീതത്തോടുള്ള വലിയ പ്രതിബദ്ധിയും പ്രേമവുമാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കാരണം മാനന്തവാടി രൂപതയിലെ വൈദികരിൽ ചിലർക്ക് മാത്രം ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കൃപയാണ് സംഗീതം ആലപിക്കുവാനും അതിനേക്കാൾ ഉപരിയായി സംഗീതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ഗഹനമായിട്ടുള്ള പഠനം നടത്തുവാനുള്ള ഒരു വലിയൊരു വരം ദൈവം ബഹുമാനപ്പെട്ട വിജയനച്ഛന് നൽകിയിട്ടുണ്ട്. ആനാദ്യന്ത തേജസ്സേ അനഘമാഹസേ ജ്യോതിസേ അനാദ്യന്ത തേജസ്സേ അനഘമാഹസേ അചുംബിത മഹസേ മഹോന്നത നമിപ്പൂ സവിധേ സ്തുതിപ്പൂ അനാരതം സ്തുതിപ്പൂ അനാരതം. കാന്തമണി കാന്തമണി സാഹിത്യ സംഗീതകലാവിഹീന സാക്ഷാൽ പശു പുച്ഛവിഷാണഹീന തൃണം ന ഖാദന്നബി ജീവമാനം തത് ഭാഗതയം പരമം പശുവിന. ഈ സംഗീത സാഹിത്യാദികളിൽ ഒരു താല്പര്യമില്ലാത്ത ആൾക്കാർ പറഞ്ഞാൽ എല്ലാവരും പാട്ടുകാരോ ചിത്രകാരന്മാരായിരിക്കണമെന്നില്ല. വായിക്കാനും ഇതിനൊക്കെ ഒരു താല്പര്യം, പുസ്തകം വായിക്കാനെങ്കിലും താല്പര്യം, പാട്ട് കേൾക്കാനെങ്കിലും താല്പര്യം, അങ്ങനെ ഒരു അവസ്ഥയില്ലാത്തവർ, ഇതിനോടൊക്കെ വെറുപ്പ് തോന്നുന്നവരാ സാക്ഷാൽ മൃഗം എന്ന് പറയുന്നത്. നാലുകാലും വാലും കൊമ്പുമുള്ള മൃഗം നമ്മുടെ സാധാരണ മൃഗം, അവനേക്കാൾ ഭയങ്കര മൃഗമാണ് ഇങ്ങനെ ഇതിലെ സാഹിത്യ സംഗീത കലാവിഹീനക. പിന്നെ ഒരു ഗുണമുണ്ട്, ഈ മൃഗം പുല്ല് തിന്നുന്നില്ലെന്നുള്ളൊരു വലിയ ഭാഗ്യമാണ് മറ്റു പശുക്കൾക്ക്, മറ്റു മൃഗങ്ങൾക്ക്. ഇവനും കൂടെ പുല്ല് തിന്നാൻ തുടങ്ങിയിരുന്നെങ്കിൽ പുല്ല് കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ നമ്മുടെ പശുവും പോത്തും ഒക്കെ ചത്തുപോയേനെ എന്നാണ് പിതാമഹന്മാർ പറഞ്ഞു വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതുകൊണ്ട് സാഹിത്യ സംഗീതാദികളിലുള്ള ആ ദൈവം തന്നെ സൃഷ്ടിച്ച ഒരു അവസ്ഥയാണ്. ഇതിനോടൊരു താല്പര്യവും കേട്ടാലൊരു ആസ്വദിക്കാനുള്ള. പശുർ വ്യക്തി ശിശുർ വ്യക്തി വ്യക്തി ഗാനരസം ഫണി എന്ന് പറഞ്ഞ് പശുക്കളും ശിശുക്കളും മൂർഖൻ പാമ്പും ഒക്കെ ആസ്വദിക്കുന്ന എന്താണ് സംഗീതം. പശുർ വ്യക്തി ശിശുർ വ്യക്തി വ്യക്തി ഗാനരസം ഫണി. ആ കുഞ്ഞു പിള്ളേരും ശിശുക്കളും ഇത് വേണ്ട എല്ലാവരും ആസ്വദിക്കുന്ന സംഗതിയാണ് സംഗീതം.
നമുക്ക് വളരെ വിശിഷ്ടമായ സംഗീത പാരമ്പര്യമുണ്ട്. ഭാരതത്തിലെ ആദ്യം എല്ലാം ഒരു സംഗീത ആയിരുന്നു. പിന്നീട് പേർഷ്യൻ മ്യൂസിക്കിൻ്റെ ഒക്കെ സ്വാധീനത്തിൽ ഉത്തരേന്ത്യക്കാർ പല പല സംഗീത സ്കൂളുകളായി. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഇതൊന്നും കടന്നു വരാതെ ആദ്യം മുതൽ ഇന്ന് വരെയും ആ സംഗീത പാരമ്പര്യം, ആ സംഗീതത്തിൻ്റെ അവസ്ഥ അതേപടി മായം ചേർക്കാതെ ഇരിക്കുകയാണ്. നമുക്കറിയാം, ഈ കർണാടക സംഗീതം എന്ന് പറയുന്നത് കർണാടക ഭാഷയോടുള്ള ബന്ധമല്ല, കർണാടക സംസ്ഥാനങ്ങളാണ് ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിന് പൊതുവെ പറയുന്ന പേരാണ് കർണാടക സംഗീതം. കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാനശില എന്നും നട്ടെല്ലെന്നൊക്കെ പറയുന്നത് 72 മേളകർത്താ രാഗങ്ങളാണ്. ദൈവാരാധനയ്ക്ക് സംഗീതത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയും അതുമൂലം പിന്നീട് രക്തസാക്ഷിയും വിശുദ്ധയുമായി തീർന്ന സിസിലിയാണ് വിജയനച്ഛൻ്റെയും മധ്യസ്ഥ. തൻ്റെ പ്രാർത്ഥനയിലും സാധനയിലും ഈ പുണ്യവതിയെ സ്മരിക്കാത്ത നിമിഷങ്ങൾ നന്നേ കുറവാണെന്ന് അച്ഛൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരിക്കൽ സെയിൻറ്റ് സിസിലിയുടെ ഫീസ്റ്റിൻ്റെ ദിവസം ഇടവപ്പള്ളിയിലെ വികാരിച്ചൻ സെയിൻറ്റ് സിസിലിയെക്കുറിച്ച് പറഞ്ഞു. പാട്ടുകാരൻ്റെ മധ്യസ്ഥയാണ് സിസിലി എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് സിസിലിയോടുള്ള പ്രാർത്ഥനയൊക്കെ തുടങ്ങിയത്. ഞാൻ സർക്കാർ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു പാക്കറ്റ് പൊട്ടി, ഇറ്റലിയിൽ നിന്ന് വന്ന പാക്കറ്റാണ്. അത് പൊട്ടി അതെല്ലാം റീപാക്ക് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് കുറച്ച് സാധനമൊക്കെ മിച്ചം വന്നു. നോക്കി കഴിയുമ്പോൾ അതിനകത്ത് സിസിലിയുടെ ഒരു കാശുരൂപുണ്ട്. അത് എനിക്ക് കിട്ടി. ബാക്കിയുള്ളവരെല്ലാം ഈ രാത്രി തിളങ്ങുന്ന കൊന്തക്കുരുവൊക്കെ അതിലെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ പിന്നെ സിസിലിയുടെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെയാണ് സിസിലിയായിട്ടുള്ള ബന്ധം. അതന്ന് കുറച്ച് കൂടുതലായിട്ട് ഇന്നും ഉണ്ട്. സിസിലിയുടെ ഫീസ്റ്റ് ദിവസമൊക്കെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥനയും ഖുർആനിലൊക്കെ ചെയ്യുന്നുണ്ട്. ജന്മം കൊണ്ട് തന്നെ വിജയനച്ഛന് ഒരു സംഗീത പാരമ്പര്യമുണ്ട്. അമ്മയുടെ കുടുംബം തീർത്തും ഒരു സംഗീത കുടുംബമായിരുന്നു. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ അറിയുന്നത് അമ്മയിൽ നിന്നാണ്. ചിട്ടയായ സാധനാരീതിയും അമ്മയുടെ സംഭാവന തന്നെ. അമ്മിഞ്ഞപ്പാലിനൊപ്പം സംഗീതവും പകർന്നു തന്ന അമ്മ തന്നെ പ്രഥമ ഗുരുവും. അമ്മ വഴിക്കാണ് സംഗീതം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത്. അമ്മയുടെ ആങ്ങള അന്നത്തെ ഒരു ഭാഗവതരായിരുന്നു, PC ജോസഫ് അധികാരം. അപ്പോൾ അമ്മയ്ക്കും കുറച്ച് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പാട്ട് പഠിച്ചതെന്ന് മാത്രം അദ്ദേഹത്തിന് അമ്മയ്ക്ക് നല്ലൊരു ജ്ഞാനം ഉണ്ടായിരുന്നു സംഗീതത്തെക്കുറിച്ചും മറ്റെല്ലാ കാര്യത്തിനെക്കുറിച്ചും. അപ്പോൾ അങ്ങനെ എനിക്കൊരു 5-6 വയസ്സുള്ളപ്പം 6 വയസ്സിലാണ് ഞാൻ 1ാം ക്ലാസ് ചേരാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ അമ്മ ചേട്ടന്മാരെയൊക്കെ സംഗീതം ഇങ്ങനെ ഹാർമോണിയൊക്കെ വെച്ച് പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയിരുന്ന് അത് കണ്ടുപഠിച്ചെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ അത് വായിച്ചു കഴിഞ്ഞപ്പം എൻ്റെ കാര്യത്തിൽ അമ്മയ്ക്കും ചേട്ടനും ഒരു വലിയ താല്പര്യമുണ്ടായി. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഹാർമോണിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് വലിയേട്ടനായിരുന്നു, വക്കച്ചൻ. ഞങ്ങളൊക്കെ ഒരു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കാലത്ത് എൻ്റെ പെങ്ങന്മാരും ഇളയ 3 പേര് ഒരു ചേച്ചിയുണ്ട്. എല്ലാവരും 4 മണി കഴിയുമ്പോൾ വിളിച്ചേപ്പിച്ച് എഴുന്നേപ്പിച്ച് സാധകം ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുടെ നിർബന്ധമാണ്. കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചിലപ്പം പശുവൊക്കെ ഉണ്ടായിരുന്ന നെയ്യൊക്കെ അതിനകത്ത് കട്ടൻ കാപ്പിയിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഒക്കെ തരും, ചിലപ്പോൾ എണ്ണയൊക്കെ തരും. എന്നിട്ട് പട്ടിണി ദാരിദ്ര്യമൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഈ കാര്യങ്ങളൊന്നും കുറവ് വരുന്നില്ല. എന്നിട്ടിങ്ങനെ 2 മണിക്കൂർ അങ്ങനെ പാടി 4:30 തുടങ്ങി 1.5 മണിക്കൂർ ഇങ്ങനെ പാട്ടാണ്. അപ്പോഴത്തേനും ആവശ്യമാകും. എന്നിട്ട് 3 മൈൽ നടന്നു വേണം സ്കൂളിൽ പോകാനായിട്ട്. എന്നാലും അമ്മ അതിൽ നിന്നും പിന്നെ ഒരു വിട്ടുവീഴ്ചയും തരുന്നത് തന്നെയല്ല. പാടി ഇങ്ങനെ വെറുതെ പൊക്കി പറഞ്ഞ മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെക്കുറിച്ച് നല്ല പറയും. നേരിട്ട് പറഞ്ഞാൽ അമ്മ അരിച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര അരിച്ചമാണ്. ശരിക്കും പാടിയില്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാകും. അമ്മ ഈ കീർത്തനങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും സാറ് പാടുന്ന കേട്ട അമ്മയ്ക്ക് ഉള്ളിലുണ്ടത്. ശരിയാകുന്നില്ലെങ്കിൽ പിന്നെയും നിർബന്ധിച്ച് പാടിക്കും. ചിലപ്പം പെങ്ങന്മാരൊക്കെ കരഞ്ഞു പോകും, അതുമാതിരി പറയുക. പക്ഷേ അതിൻ്റെ ഗുണം പിന്നീട് ഉണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.
പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പല ഗുരുക്കന്മാരും മാറി മാറി വന്നു. എങ്കിലും തൻ്റെ വല്യേട്ടനായ വക്കച്ചനാണ് അതിൽ പ്രധാനി. തെക്കേൽ ദേവസ്യ ഫാദർ, തെക്കേൽ മാത്യു ഫാദർ, ടി ഡി മാത്യു എന്ന് പറഞ്ഞ ഇന്നത്തെ കഥാപ്രസംഗത്തിലൊക്കെ ഒത്തിരി പ്രസിദ്ധനായ മനുഷ്യനാണ്. അപ്പോൾ അവർ രണ്ടുപേരും പഠിപ്പിക്കുന്നത് 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. 4ാം ക്ലാസ് കഴിയുന്നവരെ 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറി ചെന്നിട്ട് 8, 9, 10 ക്ലാസ്സുകളിൽ വെച്ചൂർ ചന്ദ്രശേഖര ഭാഗർ, ഇതിലൊരു അന്നത്തെ ഒരു പ്രസിദ്ധനായിട്ടുള്ള സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇന്നത്തെ പോലെ ആഴ്ചയിലുള്ള ക്ലാസ്സൊന്നുമല്ല. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ എല്ലാ ദിവസവും തന്നെ ക്ലാസ്സാണ്. അപ്പോൾ ഈ 3 മൈൽ നടന്ന് വേണം സ്കൂളിലെത്താൻ. അത് കഴിഞ്ഞിട്ട് 1/2 മൈലും കൂടെ സാറിൻ്റെ വീട്ടിലേക്ക് പോകണം. ശനിയാഴ്ചകളിലൊക്കെ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് പഠിത്തം തുടങ്ങി. അന്ന് ഇപ്പോൾ 10 രൂപയ്ക്കാണ് ഫീസ്. അതൊന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അന്നൊന്നും സാറ് ഫീസിൻ്റെ കാര്യമൊന്നും അത്ര നിർബന്ധമാക്കിയില്ല. അവിടെ ചെന്ന് താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ പഠിച്ച് വരും. അതുപോലെ തന്നെ വലിയേട്ടൻ്റെ കാര്യം എത്ര സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനകം അതിനകത്ത് പാട്ടെല്ലാം പഠിച്ചു വരും. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സഹിതം പഠിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടൊന്നും കാണിച്ചൊന്നും തരികയല്ല, വായ കൊണ്ട് പാടുന്ന നമ്മൾ ഹാർമോണിയത്തിൽ വായിച്ചു വിടണം. ഇതൊക്കെയാണ് ട്രെയിനിങ്ങും ഒക്കെ. അപ്പം അങ്ങനെ ഒക്കെയാണ് ഒരു കണക്കിന് പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. അമ്മയ്ക്ക് ശേഷം വല്യേട്ടൻ പാടിത്തന്ന ഹിന്ദി ഗാനങ്ങൾ വിജയനച്ഛൻ്റെ ബാല്യത്തെ കുറച്ചൊന്നുമല്ല സ്വാധീനിച്ചത്. ഭഗവാൻ 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 ഓ ദുനിയാ കെ രഖവാലെ सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले, ओ दुनिया के रखवाले सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले. आश निराश के 2 रंगों से दुनिया तूने सजाई, नैया संग तूफान बनाया, मिलन के साथ जुदाई, जा देख लिया हर जाए, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले. വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രിയിൽ സംഗീതത്തെക്കുറിച്ച് പ്രത്യേക ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. പിന്നെ അതിനുശേഷം ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൈനർ സെമിനാരി,
അല്ലെങ്കിൽ ബ്രദേഴ്സിൻ്റെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ പരിശീലനത്തിൻ്റെ ആരംഭകാലങ്ങളിലെല്ലാം സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നും സന്യാസിനികളുടെയും പരിശീലന കേന്ദ്രത്തിലൊക്കെ സംഗീതാഭ്യാസം നിർബന്ധമാക്കണമെന്നൊക്കെ വത്തിക്കാൻ കൗൺസിൽ ജീവിച്ചിട്ടുണ്ട്. അതൊന്നും ഇതുവരെ പ്രായോഗികമാക്കിയിട്ടില്ല. പ്രാർത്ഥനാ നിർഭരമായ തൻ്റെ ബാല്യ കൗമാരങ്ങൾ ഈ വൈദികനിൽ ഇന്നും ഒളിമങ്ങാതെ കിടക്കുന്നു. സംഗീത സാന്ദ്രമായ തൻ്റെ കുടുംബാന്തരീക്ഷം അച്ഛൻ ഇന്നും പ്രിയപ്പെട്ടതാണ്.